നമസ്കാരം. അങ്ങ് ഡൽഹി ജന്തർ മന്ദിറിൽ കുറച്ചു മുമ്പ് ഒരു സംഭവം നടന്നു. അവിടെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സോനം വാങ്ചുക് എന്നയാളെ 22 ദിവസത്തോളമായി അദ്ദേഹം നിരാഹാര സമരത്തിലായിരുന്നു. ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. നീറ്റ് എന്ന പ്രവേശന പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകളിൽ ഉചിതമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫലമാണ് അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരവും. ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി വലിയ പ്രതിഷേധത്തോടെ കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ ഉയർത്തുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് ആദ്യം കേട്ടത് ഈ ആം ആദ്മി പാർട്ടിയുടെ മുൻ നേതാവായിരുന്ന അഭിജിത് ദീപ്കെ എന്നയാളാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എല്ലാം എന്നറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അഭിജിത് ദീപ്കെയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ സോനം വാങ്ചുക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു മുഖമായി തന്നെ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം പ്രചരിക്കുന്നു. അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതിരോധിച്ചും രാഷ്ട്രീയപരമായി വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചും വലിയ രീതിയിലുള്ള വാർത്താ പ്രചാരണം നടക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഈ സോനം വാങ്ചുക് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടാകും. അപ്പോൾ അത്തരക്കാർക്ക് ഈ സോനം വാങ്ചുക്കിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞു വെക്കാം. ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നയാൾ ലഡാക്കിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്നോ വിദ്യാഭ്യാസ പ്രവർത്തകനെന്നോ പരിസ്ഥിതി പ്രവർത്തകനെന്നോ ഇനി കുറഞ്ഞ പക്ഷേ ഒരു ആക്ടിവിസ്റ്റ് എന്നോ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഈ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ച് വ്യക്തി പ്രഭാവം ഉണ്ടാക്കിയ ഒരാളാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ലഡാക്ക് പോലെയുള്ള ഒരു പിന്നോക്കമായി കിടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരാൾ കൂടിയാണ്. പറയുകയാണെങ്കിൽ അദ്ദേഹം 88 ആരംഭിച്ച സ്റ്റുഡൻറ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് SECMOL എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ ഇതുപ്രകാരം ഈ സ്കൂളുകളിൽ പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ശാസ്ത്ര സാങ്കേതിക അല്ലെങ്കിൽ അവർക്ക് പരിജ്ഞാനം കിട്ടുന്ന വിവിധ മേഖലകളിൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്ത് വിദ്യാഭ്യാസം നൽകുന്ന ഒരു പഠന രീതി അദ്ദേഹം പിന്തുടർന്നു. അതുപ്രകാരം ഈ സ്കൂൾ ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നിട്ടുമുണ്ട്. നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ 3 ഇഡിയറ്റ്സ് എന്ന ഒരു വളരെ പ്രശസ്തമായ ബോളിവുഡ് സിനിമയുണ്ട്. നമ്മുടെ അമീർ ഖാനൊക്കെ അഭിനയിച്ച, മാധവനൊക്കെ അഭിനയിച്ച വളരെ ലോക പ്രശസ്തമായ ഒരു സിനിമ. ആ സിനിമയിൽ അമീർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം, അത് 2 പേരുണ്ട് ആ സിനിമയിൽ. ഒന്ന് റാഞ്ചോ എന്നും ഒന്നൊന്ന് ഫുൻസുക് വാങ്ഡു. ഈ 2 പേരിലാണ് ആ അമീർ ഖാൻ്റെ കഥാപാത്രം. അത് ഈ സോനം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയുടെ പിന്നീടുള്ള ഭാഗത്തിൽ പരിശോധിക്കാം. പിന്നീട് ഇദ്ദേഹം വലിയ രീതിയിലുള്ള അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അവിടെ വലിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ ഈ ശൈത്യകാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെളിയും മണ്ണും കുഴച്ചുകൊണ്ടുള്ള വീട് നിർമ്മാണത്തെക്കുറിച്ച് പ്രചാരണം നടത്തുകയും അങ്ങനെ ശൈത്യകാലത്ത് അത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട വീടുകളിൽ കഴിയുന്നവർക്ക് പ്രകൃതിയാലുള്ള ചൂട് വീടിനുള്ളിൽ അനുഭവപ്പെടുന്നു, അങ്ങനെ ആ രീതിയിൽ പ്രചരിപ്പിച്ചു. അതേപോലെ അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ഹിമാനികൾ അതേ രൂപത്തിൽ തന്നെ സംരക്ഷിച്ച് വേനൽക്കാലത്ത് മഞ്ഞുരുകി വെള്ളം ആയി ഉപയോഗിക്കുക, ഈ രീതിയിലൊക്കെ പ്രചാരണം നടത്തി വലിയ രീതിയിലുള്ള സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കിയ ആളാണ് സോനം വാങ്ചുക്. അതിൻ്റെയൊക്കെ ഒരു അംഗീകാരം എന്ന നിലയിൽ അദ്ദേഹത്തിന് 2018 മാക്സസെ പുരസ്കാരം, അത് ഏഷ്യയിലെ നൊബൽ പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതടക്കം വളരെ വിഖ്യാതമായ പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്. അപ്പോൾ ഇദ്ദേഹം ഈ സമീപകാലത്ത് വാർത്താ താരമായത് ലഡാക്കിൽ 2025 വലിയ ഒരു യുവജന പ്രക്ഷോഭം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അരങ്ങേറിയ മുല്ലപ്പൂ വിപ്ലവം പോലെ നമ്മുടെ തൊട്ട അയൽ രാജ്യത്ത് നടന്ന നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന ഓൺലൈൻ വിപ്ലവങ്ങളുണ്ടല്ലോ, അതായത് ന്യൂജൻ, കൃത്യമായി പറഞ്ഞ ഈ ജെൻസി കലാപം എന്നൊക്കെയാണ് അതിനെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുക. യുവതലമുറയിലെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്തി, നേപ്പാളിലും ഭരണ അട്ടിമറി നടത്തി. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് ലഡാക്കിലും കഴിഞ്ഞ വർഷം 2025 അവസാനത്തോടു കൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. അപ്പോൾ അവിടെ ഉന്നയിക്കപ്പെട്ട ആവശ്യം നമുക്കറിയാമല്ലോ, ഈ ജമ്മു കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള പ്രത്യേക
ഭരണഘടനാ പദവി കേന്ദ്ര സർക്കാർ എടുത്ത് കളഞ്ഞിരുന്നു. അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2019 നടപ്പിലാക്കപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് പ്രകാരം ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി പുനർ നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഇത് പ്രകാരം ലഡാക്ക് ഇപ്പോൾ കേന്ദ്ര ഭരണ പ്രദേശമാണ്. അവിടെ ഒരു നിയമസഭയില്ല, അവിടെ ഒരു പ്രാദേശിക ഭരണകൂടമില്ല. അപ്പോൾ ഇതിനെതിരെ ആദ്യകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിയെ അനുകൂലിച്ച ഒരാളാണ് ഈ സോനം വാങ്ചുക്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായി. കാരണം അവിടെ ഗോത്രവർഗ്ഗക്കാർക്ക് സ്വയംഭരണ പ്രാതിനിധ്യം കിട്ടും എന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഉറപ്പ് കൊടുത്തിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ഭരണത്തിൽ കിട്ടാതെ വരുന്നതുകൊണ്ട് അവരുടെ സ്വത്തുവകകൾക്കും അവരുടെ ഗോത്ര സംസ്കാരത്തിനുമൊക്കെ വലിയ നാശമുണ്ടായേക്കാം എന്നൊരാശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്ക് മാറിയതോടുകൂടി വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരും. അത് അവിടെയുള്ള തദ്ദേശവാസികൾക്ക് പ്രശ്നമുണ്ടാകും. അമിതമായ വ്യവസായവൽക്കരണം അവിടെ വലിയ രീതിയിലുള്ള മഞ്ഞുരുകലിന് കാരണമാകും. ഇത് കുടിവെള്ള ദൗർലഭ്യത്തിലേക്ക് നയിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിരാഹാര സമരമടക്കം അവിടെ നടത്തി. തൻ്റെ സമരങ്ങളുടെ അപ്ഡേറ്റ് യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നിരന്തരം പ്രചരിപ്പിച്ചു. ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ പോലും, സേവ് ലഡാക്ക്, സപ്പോർട്ട് സോനം വാങ്ചുക്, അങ്ങനെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ പോലും ലോക പ്രശസ്തമായി. അപ്പോൾ ഇതെല്ലാം രാജ്യത്തകത്ത് നടക്കുന്ന ഇത്തരം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അനുകൂലിക്കാൻ വലിയൊരു വിഭാഗം അദ്ദേഹത്തെ തേടി വന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇതെല്ലാം രാജ്യവിരുദ്ധ ശക്തികൾ സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരെ പ്രയോജനപ്പെടുത്തി വലിയ രീതിയിലുള്ള അസ്വസ്ഥത രാജ്യത്തിനകത്ത് പടർത്തി എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ചില പ്രചാരണങ്ങൾ വന്നു. ഈ ലഡാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് ചൈനയ്ക്ക് വലിയ താല്പര്യമുള്ള മേഖലയാണ്, പിടിച്ചടക്കാൻ താല്പര്യമുള്ള മേഖലയാണ്. അപ്പോൾ സോനം വാങ്ചുക്കിനെ ചൈന അവരുടെ ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നോ എന്നൊരാക്ഷേപം വന്നു. ഇത് പ്രകാരമുള്ള നിരവധിയായ ചോദ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ BJP അദ്ദേഹത്തെ ചൈനയുടെ ഏജന്റ് എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിദാനമായിട്ട് അവർ പറയുന്നത് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. കാരണം ചൈനീസ് ആർമി ലഡാക്കിലേക്ക് വന്നാൽ അവരെ ഞങ്ങൾ സഹായിക്കും എന്ന തരത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ള വീഡിയോ ആണ് പ്രചരിപ്പിച്ചത്. പക്ഷേ അത് ഫാക്ട് ചെക്കിലൂടെ മറ്റാരോ നടത്തിയ ഒരു പ്രസംഗത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ഇദ്ദേഹം ചെയ്തത് എന്നുള്ള രീതിയിൽ ഫാക്ട് ചെക്കുകൾ വന്നു. അപ്പോൾ ആ ആക്ഷേപം വാസ്തവമല്ല. പക്ഷേ ഗുരുതരമായ മറ്റൊരു സംഗതിയുണ്ട്. ഇദ്ദേഹം ചില NGOകൾ, ഇതേപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി NGOകൾ ഇദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിന് വൻതോതിൽ വിദേശ സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സഹായം കിട്ടുക, ആ സന്നദ്ധ സംഘടനകളുടെ ചുമതലയിലിരിക്കുന്നയാൾ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും വിദേശ ശക്തികളുടെ സ്വാധീനം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയം വരും. അപ്പോൾ ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം, ഞാൻ നൽകുന്ന പഠന ഗവേഷണ സേവന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം എന്ന തരത്തിലാണ് വിദേശ ഫണ്ടിങ് തന്നെ തേടി വന്നത് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതേപോലെ ലഡാക്ക് എന്ന് പറയുന്ന മേഖലയിൽ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക, അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന കരുതിയിരുന്ന ഒരാൾ പെട്ടെന്നാണ് ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലേക്ക്, CJP പോലെ ഒരു പാർട്ടിയുടെ മുൻനിരയിലേക്ക് വന്ന് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ഇപ്പോൾ 22 ദിവസം വരെ അദ്ദേഹം നിരാഹാരം കിടന്ന അവശനായി എന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇനി നമുക്ക് ഇറോം ശർമിളയുടെ കാര്യം കൂടി പറയാം. മണിപ്പൂരിലെ പ്രത്യേക സൈനിക പദവി എടുത്ത് മാറ്റണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളോളമാണ് ഇറോം ശർമിള നിരാഹാര സമരം അനുഷ്ഠിച്ചത്. അവരുടെ ആഹാരം കഴിച്ച് ആ ജീവൻ നിലനിർത്താൻ വേണ്ടി മൂക്കിൽ കൂടെ ട്യൂബിട്ടാണ് ആഹാരം നൽകിക്കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് നിരന്തരമായി സമരം ചെയ്തിരുന്ന ഇറോം ശർമിളയ്ക്ക് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് അവരുടെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയും ഇറോം ശർമിള പിന്നീട് സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ പിന്നീട് കുടുംബജീവിതത്തിലേക്ക് പോയതൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇറോം ശർമിളയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ സമരത്തിൻ്റെ ഒരു പഴക്കം വെച്ച് നോക്കുമ്പോൾ ഈ സോനം വാങ്ചുക്കിൻ്റെ 22 ദിവസം ഒന്നുമല്ല, തുലം തുച്ഛമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ ഈ ആമീർ ഖാൻ്റെ 3 ഇഡിയറ്റ്സിലെ കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി സോനം വാങ്ചുക്കിന് ഒരു ദിവ്യ പരിവേഷം കൊടുക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വാസ്തവം കൂടി നമുക്ക് പറഞ്ഞു വെക്കാം. ഈ ആമീർ ഖാൻ്റെ 3 ഇഡിയറ്റ്സിലെ ആ നായക കഥാപാത്രം സോനം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പകർത്തി എഴുതിയതാണ് എന്ന തരത്തിലാണ് പ്രചാരണം വന്നത്. പക്ഷേ അതിൻ്റെ സംവിധായകനായ രാജ്കുമാർ ഹിറാനി അദ്ദേഹവും
ഈ കഥ എഴുതിയ അഭിജാത് ജോഷിയും ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. പക്ഷെ സോനം വാങ്ചുക്ക് പറയുന്നത് ഈ രണ്ടു പേരും എൻ്റെ സ്കൂളിൽ വന്ന് എൻ്റെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളടക്കം വിശദമായി മനസ്സിലാക്കി പോയി. ഈ 3 ഇഡിയറ്റ് സിനിമയിൽ അമീർ ഖാൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെയും അതേപോലെ സോനം വാങ്ചുക്കിൻ്റെ സ്കൂളും തമ്മിൽ കാഴ്ചയിൽ വലിയ സാദൃശ്യവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലുള്ളൊരു പ്രചാരണം വന്നത്. പക്ഷേ ഈ രാജ്കുമാർ ഹിറാനി പിന്നീട് വിശദീകരിക്കുകയുണ്ടായി, ഒരിക്കലും ഇത് സോനം വാങ്ചുക്കിൻ്റെ ജീവിതം പകർത്തി എഴുതിയതല്ല. അദ്ദേഹത്തിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരുന്ന ഒരാളുടെ ജീവിതമാണ് പകർത്തി എഴുതിയത്. തൻ്റെ സഹപാഠിയായിരുന്ന ഒരാൾ അവിടെ സ്വന്തം പേരിൽ പ്രവേശനം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു വ്യാജ അഡ്രസ്സിൽ അവിടെ പ്രവേശനം നേടുകയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്ത് നൽകിയ മറുപടി തന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം എനിക്കറിയേണ്ടത് സിനിമയായിരുന്നു, അത് ഞാൻ അറിഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ആ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇതിൽ നമ്മുടെ ആമീർ ഖാൻ്റെ കഥാപാത്രവും ഒരു വ്യാജ മേൽവിലാസത്തിൽ പ്രവേശനം നേടുന്നതും പിന്നീട് സുഹൃത്തുക്കളോടൊപ്പം വലിയ വലിയ രസകരമായ ജീവിതാനുഭവങ്ങൾ ആ 3 ഇഡിയറ്റ് സിനിമയിൽ ഉണ്ടും താനും. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇനി എന്തുകൊണ്ട് ചർച്ചയായി 3 ഇഡിയറ്റ്സ് വീണ്ടും ചർച്ചയായി എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ തന്നെ ചതുർ എന്ന പേരിൽ ഒരു കഥാപാത്രമുണ്ട്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഓമി വൈദ്യ എന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം സോനം വാങ്ചുക്കിന്, തൻ്റെ പഴയ സിനിമയിലെ കഥാപാത്രമായ സോനം വാങ്ചുക്കിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ആമീർ ഖാൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി. അപ്പോൾ ആമീർ ഖാനും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയാണ്. ഒരിക്കലും ഇത് സോനം വാങ്ചുക്കിൻ്റെതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ചേതൻ ഭഗത് എഴുതിയ 5.someone എന്ന പുസ്തകത്തെ അധികരിച്ച് തയ്യാറാക്കപ്പെട്ട ഒരു സിനിമയാണ്. തനിക്കോ തൻ്റെ ഈ ചിത്രത്തിലെ സംവിധായകനോ ഈ സോനം വാങ്ചുക്കിനെ മുൻപ് പരിചയമില്ല എന്ന് ആമീർ ഖാനും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ വാഴ്ത്തുപാട്ടുകളിലൂടെ അദ്ദേഹത്തിന് ദിവ്യ പരിവേഷം നൽകുന്നവർ ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത്? കേവലം വാർത്താ താരമാവുക എന്നത് മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ വലിയ സംശയമുണ്ട്. കാരണം ഈ CJP എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, അതിൻ്റെ അണിയറയിൽ ഉള്ള ആളുകൾ ആരാണ്, ശക്തികൾ ആരാണ് എന്ന തരത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. രാജ്യത്ത് വലിയ ഭരണ അസ്ഥിരത ഉണ്ടാക്കാനും ഭരണം അട്ടിമറി നടത്താനുമായിട്ട് വൻകിട ശക്തികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം തെളിവുകൾ സഹിതം ഇതിനോടകം പുറത്തു വന്നതാണ്. അപ്പോൾ CJP അതിൻ്റെയൊക്കെ ഒരു പുതിയ മുഖമാണ് എന്നത് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന സോനം വാങ്ചുക്കിനെ അങ്ങനെ കണ്ണുവടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.